നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനവിജ്ഞാന യോഗം ഘട്ടം ഘട്ടമായി അർജുനന് ഭഗവാൻ പ്രപഞ്ച സത്യം വെളിവാക്കുവാണ്. അതിൽ 6ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥാ. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ, അതായത് പ്രകൃതിയെക്കുറിച്ചും പരാപ്രകൃതിയെക്കുറിച്ചും പറഞ്ഞു. അഷ്ടപ്രകൃതികളാണ് ഈ പ്രപഞ്ചത്തിലുള്ള, അതിൻ്റെ സത്ത അതാണ് അഷ്ടപ്രകൃതികൾ. അതുകൂടാതെ അപരാപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം അല്ലെങ്കിൽ ബോധം, അത് ആണ് ജീവികളുടെ ഉള്ളിലും നിലനിൽക്കുന്നത്. അതാണ്. ഈ രണ്ട് കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന സർവവും, ഭൂമിയായാലും സൂര്യനായാലും അമീബയായാലും മറ്റ് ജീവികളായാലും എല്ലാം തന്നെ, നാമരൂപങ്ങളെല്ലാം തന്നെ ആ ബോധത്തിൽ നിന്ന് ഉണ്ടായതാണ്. ബോധത്തിൽ നിന്ന് ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളാണ്. രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഉറപ്പിക്കുക, ഈ പ്രപഞ്ചത്തിൽ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ബ്രഹ്മം അല്ലെങ്കിൽ ബോധം, രണ്ട് അതിൽ നിന്നുണ്ടാകുന്ന സർവവും അത് തന്നെയാണ്. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക. അപ്പോൾ രണ്ട് എന്നുള്ളത് ഒന്നായി. ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. നമ്മുടെ മുമ്പിലുള്ള മേശയായാലും കസേരയായാലും ഇതെല്ലാം ഏതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ബ്രഹ്മത്തിൽ നിന്നാണ്. ബ്രഹ്മം അല്ലെങ്കിൽ ബോധത്തിൽ നിന്നുണ്ടായത് സർവവും ബോധം തന്നെയാണ്. അപ്പോൾ അതൊന്നും കൂടി ഉറപ്പിക്കുവാണ്, ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇനിയോ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളവസ്തത. ഇതെല്ലാം, ഈ നാമരൂപങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? എന്നിൽ നിന്ന്. ഞാൻ എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ബ്രഹ്മം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ബ്രഹ്മാണ്. ഈ ഉണ്ടാകുന്ന, നമ്മളെല്ലാം ഉണ്ടായി കാണുന്ന ഭൂമി ആയാലും സൂര്യനായാലും, മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട് സൂര്യനൊക്കെ കുറേ കാലം കഴിഞ്ഞാൽ ഇല്ലാതാവുന്നു. ഇല്ലാതായി കഴിഞ്ഞാൽ എവിടെയാണത് പോയി ലയിക്കാൻ പോകുന്നത്? എന്നിൽ തന്നെ, ഈ ബോധത്തിലാണ്. തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ അഖണ്ഡിതമായ ബോധത്തിൽ തന്നെയാണ്. അത് തന്നെയാണ് ഈ കാണുന്ന സർവത്തിൻ്റെയും പ്രഭവസ്ഥാനവും. അത് തന്നെയാണ്. അതിൽ തന്നെയാണ് ഇതിൽ വിലയിക്കുകയും ചെയ്യുക. അതാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആവർത്തിച്ച് പറയാണ്, ഈ പ്രപഞ്ചത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ നാമരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. ഉണ്ടായി മറയുന്ന എല്ലാം തന്നെ ബ്രഹ്മം തന്നെയാണ്. അതങ്ങ് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.